അങ്ങനെ VDS മന്ത്രിസഭ അധികാരത്തിലേറി കഴിഞ്ഞു. വന്ദേ മാതരത്തിന് ശേഷം മുഴുവൻ ചൊല്ലി കേട്ടോ, മുഴുവൻ ഭാരതത്തെ ദുർഗാദേവിയാക്കി പ്രകീർത്തിക്കുന്ന അത്രമേൽ ദേശഭക്തി തുളുമ്പുന്ന വന്ദേ മാതരം മുഴുവൻ ചൊല്ലി. അതിനുശേഷം ദേശീയ ഗാനവും തുടർന്നാണ് സത്യപ്രതിജ്ഞാവാചകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്ക് ചൊല്ലിക്കൊടുത്തത്. ദൈവനാമത്തിലാണ് മുഖ്യമന്ത്രി VD സതീശനും 19 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തത്. എന്നാൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത 2 പേരുമുണ്ട്. അത് ഒന്ന് CP ജോണും ഒപ്പം മറ്റേയാൾ ഷിബു ബേബി ജോണുമാണ്. അങ്ങനെ 21 അംഗ മന്ത്രിസഭ, സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തു. രാഹുൽ, പ്രിയങ്ക, മല്ലികാർജുൻ ഖാർഗെ, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാർ, അങ്ങനെ താരസമ്പന്നമായിരുന്നു സദസ്സിൽ. ഒരുപക്ഷെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേദിയിൽ തന്നെയായിരുന്നു ഒരുപക്ഷെ സദസ്സിനേക്കാൾ കൂടുതൽ ആളുകളുണ്ടോ എന്ന് ഒരുപക്ഷെ തോന്നിപ്പോകും. അങ്ങനെ എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒപ്പം പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, ബിനോയ് വിശ്വമുണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുണ്ട്. അങ്ങനെ സമഗ്രമായിരുന്നു, സമ്പന്നമായിരുന്നു, പ്രൗഢഗംഭീരമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിനുശേഷം മന്ത്രിമാർ, മുഖ്യമന്ത്രി നേരെ സെക്രട്ടേറിയറ്റിലെത്തി ഒപ്പിട്ട് അധികാരം ഏറ്റെടുത്തിരുന്നു. പിന്നാലെ ഗവർണർ ലോക് ഭവനിൽ ഒരുക്കിയ ഗംഭീരമായൊരു ചായ സൽക്കാരം, അതിൽ മുഖ്യമന്ത്രി മന്ത്രിമാരുമൊക്കെ പങ്കെടുത്തു. അതിനുശേഷം സെക്രട്ടേറിയറ്റിലെത്തി. ഇപ്പോഴിതാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, VDS മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗം, എന്തെല്ലാം നിർണായകമായ തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുക എന്ന വളരെ പ്രധാനപ്പെട്ട, ഉറ്റുനോക്കുന്ന, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് യോഗത്തിലേക്കാണ് പോകുന്നത്. മനോജ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. മനോജ്, കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന VDS മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗം. ശ്യാം, UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ക്യാബിനറ്റ് യോഗമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് പുറത്ത് വലിയൊരു ആൾക്കൂട്ടം തന്നെ ഉണ്ട്. പ്രവർത്തകരൊക്കെ ഇവിടെ ഓരോരുത്തരെയും സ്വീകരിക്കാൻ എത്തിയതാണ്. എന്തായാലും കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ പോലും പ്രവർത്തകരെല്ലാം സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് എത്തി. അതോടൊപ്പം തന്നെ മന്ത്രിമാർ ഇപ്പോൾ ക്യാബിനറ്റ് ഹാളിലേക്ക് കടന്നു. ക്യാബിനറ്റ് യോഗം ആരംഭിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇവിടേക്ക് മുഖ്യമന്ത്രി VD സതീശനെത്തി. പിന്നാലെ തന്നെ ഓരോ മന്ത്രിമാരും എത്തിയിരുന്നു. അവർക്കൊക്കെ വലിയ സ്വീകരണം ഇവിടെ പ്രവർത്തകർ ഏർപ്പെടുത്തി. അതിനുശേഷം ഉള്ളിലേക്ക് കടന്ന്, അതായത് ഈ ഹാളിലേക്ക് കടന്ന് ഓരോ കസേരയിലായി ഇരിക്കുമ്പോൾ ആ കസേരകൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും മന്ത്രിമാർ എങ്ങനെയാണ് ഇത്തവണ ഈ ഒരു UDF സർക്കാരിൽ ഏത് അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ ഒന്നാമനും രണ്ടാമനും ഒക്കെ ആയതെന്ന് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അതായത് PK കുഞ്ഞാലിക്കുട്ടി കസേര അന്വേഷിച്ച് നടക്കുമ്പോൾ VD സതീശൻ പിടിച്ച് ഇരുത്തുകയാണ്. അതായത് തൻ്റെ തൊട്ടടുത്ത കസേരയിലാണ് PK കുഞ്ഞാലിക്കുട്ടി ഉള്ളത്. ആ കസേരയിൽ അന്ന് രമേശ് ചെന്നിത്തല ഇരിക്കേണ്ടതായിരുന്നു. ഒരു ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ എന്നുള്ള നിലയ്ക്കാണ് രമേശ് ചെന്നിത്തല വരേണ്ടത്. ചെന്നിത്തലയ്ക്കായി പ്രവർത്തകരൊക്കെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചിത്രമൊക്കെ ഉയർത്തി ഇവിടെ അദ്ദേഹത്തെ വരവേൽക്കാൻ നിന്നതാണ്. പക്ഷേ എന്തായാലും ആ രണ്ടാമൻ PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് പിന്നീടാണ് ജനങ്ങൾക്ക് ബോധ്യമായത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ അത് തുറന്നു പറയാൻ നേതാക്കൾ തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് സ്വാഭാവികമായും അത് PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടായത്. എങ്ങനെയാണ് ഈ ഭരണ കാലഘട്ടം എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം ആദ്യഘട്ടം തന്നെ ഒരു മന്ത്രിസഭയിലെ രണ്ടാമനായി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവായിരുന്ന ഒരു മന്ത്രിയെ കൊണ്ടുവരുമ്പോൾ അത് എത്തരത്തിലാകും ഇനിയുള്ള പ്രവർത്തനങ്ങൾ, അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാകുമെന്നതിനെപ്പറ്റി ജനങ്ങൾ ആശങ്കപ്പെടുന്നുണ്ട്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ട മന്ത്രിമാർ, അതൊക്കെ ഇനി ഈ മന്ത്രിസഭാ യോഗത്തിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും ഏത് തരത്തിലുള്ള തീരുമാനമായിരിക്കും എടുക്കുക, ഏത് തരത്തിലുള്ള വികസന പദ്ധതികളാകും ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുക, നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണണം. എന്തായാലും മന്ത്രിസഭാ യോഗത്തിലെടുക്കുന്ന തീരുമാനം സ്വാഭാവികമായും ഇനി വകുപ്പ് തലങ്ങളിൽ പ്രവർത്തിക്കേണ്ട രീതികൾ, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദ്ധതികൾ, ഈ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളെപ്പറ്റിയും ഇതിനെയൊക്കെപ്പറ്റി കൃത്യമായൊരു ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞ ശേഷം വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അടക്കം വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ മന്ത്രിമാരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ PK ബഷീർ അടക്കമുള്ള മന്ത്രിമാർ ഉള്ളിലേക്ക് കടന്നുപോയിരുന്നു. ഇനി തുളസി അടക്കമുള്ള ആളുകൾ, അതായത് 20 മന്ത്രിമാരും മുഖ്യമന്ത്രി VD സതീശനും
ഈ ഒരു ക്യാബിനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കുമ്പോൾ വളരെയധികം പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. കാരണം ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ വലിയ വാക്കുകൾ നൽകിയ ആളുകളാണ് ഈ UDF നേതാക്കളും അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ അടക്കം. അത് തന്നെ ഈ KSRTC വിഷയം ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കൊടുത്ത വാഗ്ദാനങ്ങളൊക്കെ ഈ കാലത്തിനനുസരിച്ച് അതൊക്കെ പ്രാഗൽഭ്യത്തിൽ വരുമോ, അല്ലെങ്കിൽ ഈ പ്രാബല്യത്തിൽ വരുമോ, അല്ലെങ്കിൽ അതിനെ നടപ്പിലാക്കാനാകുമോ എന്നുള്ളതൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം എന്താണ് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ജനങ്ങളൊക്കെയും. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേദിയിലാകമാനം കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഘടകകക്ഷികളുടെ നേതാക്കളടക്കം വേദിയിലിരുന്നു എന്നുള്ളതും അതോടൊപ്പം ഇവിടേക്ക് വന്ന ദേശീയ നേതാക്കൾ രാഹുൽ ഗാന്ധി ആവട്ടെ പ്രിയങ്ക ആവട്ടെ അവരൊക്കെ തന്നെ ഈ വേദിയിലേക്ക് എത്തുമ്പോഴും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ അടക്കം ഈ പ്രോട്ടോക്കോളും അതോടൊപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് നേതാക്കളെ വേദിയിലേക്ക് ഇരുത്തി. ഇനി എന്തായാലും അത്തരത്തിൽ എവിടെയൊക്കെയാണോ നേതാക്കൾക്ക് പ്രവേശനം നൽകുക എന്നുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റ് ആകമാനം സെക്രട്ടേറിയറ്റിലെ ഓരോ ഹാളുകളും അല്ലെങ്കിൽ ഓരോ പടവുകളും ഈ കവാടമാകെ തന്നെ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പോലീസിനെ നിയന്ത്രിക്കാനാവുന്നില്ല. പ്രത്യേക അധികാരമുള്ളതുപോലെ തന്നെ പ്രവർത്തകർ ഇതിനുള്ളിലേക്ക് ഇരച്ചെത്തുന്നു എന്നുള്ളതാണ്. അതായത് ഓരോ നേതാക്കൾക്ക് പിന്നിലും അവരുടേതായിട്ടുള്ള പ്രവർത്തകർ അണികൾ ഇങ്ങനെ എത്തി ഈ ഗേറ്റ് കടക്കുമ്പോൾ ഉള്ളിലേക്ക് അവരോടൊപ്പം കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ക്യാബിനറ്റ് യോഗം അങ്ങനെ തുടരുമ്പോൾ അതിൽ പങ്കെടുക്കാനായി എത്തുന്ന മന്ത്രിമാരെ ഇവിടെ സ്വീകരിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായി ഇവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നുണ്ട്. കാരണം മന്ത്രിമാർക്കുള്ളിലേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, അത് ഈ പ്രവർത്തകരുടെ ആവേശമൊക്കെ കൊണ്ട് തന്നെ വലിയ തിക്കിലും തിരക്കിലും പെട്ട് ഉള്ളിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ KM ഷാജി എത്തുകയാണ്. KM ഷാജി അടക്കം ഇവിടേക്ക് സ്വീകരിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ക്യാബിനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാബിനറ്റ് യോഗത്തിലെ തീരുമാനങ്ങളിൽ നിർണായകമായുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ലീഗിന് സാധിക്കുമെന്നുള്ളതാണ്. അതായത് അത്രയധികം പ്രാതിനിധ്യം അല്ലെങ്കിൽ അത്രയധികം അപ്രമാദിത്യം ഈ ഒരു മന്ത്രിസഭയിൽ ലീഗിനുണ്ട് എന്നുള്ളതാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് തന്നെയാണ് ലീഗിൻ്റെ പ്രവർത്തകർ ഇവിടെ കൂടുതലായി എത്തുന്നുണ്ട്. ലീഗിൻ്റെ നേതാക്കൾ എത്തുമ്പോൾ അവരെ വലിയ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെ ഇവിടേക്ക് സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ആ മുദ്രാവാക്യം തൊടുപുഴയിൽ വിളിച്ച മുദ്രാവാക്യം വെറുതെയല്ല. ലീഗ് ഭരിക്കും കേരള നാട്ടിൽ, ലീഗ് പറയും കാര്യങ്ങൾ. അക്ഷരാർത്ഥത്തിൽ അതല്ലേ ഇപ്പൊ നടക്കാൻ പോകുന്നത്. തീർച്ചയായും. എന്തായാലും ഇപ്പോൾ നമുക്ക് സംസ്ഥാന പോലീസ് മേധാവി കൂടെ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലീഗിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആദ്യം അന്ന് UDF വിജയിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്. തെരുവുകൾ തോറും ഉയർന്ന ആ മുദ്രാവാക്യം അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കപ്പെടുത്തുന്നത് കൂടിയാണ്. സാമുദായിക സംഘടനാ നേതാക്കൾക്ക് നേരെയുള്ള പരസ്യമായിട്ടുള്ള ഈ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കേരളം ഇനി എന്താണ് നേരിടാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയാണ്. ആ സൂചന നൽകുന്നത് മറ്റാരുമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഒരു സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായും എന്താണ് ഇനിയുള്ള UDF ഭരണകാലത്തെ അവരുടെ തീരുമാനമെന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. കാരണം മുൻപ് ഉയർത്തിയിരുന്ന പ്രാദേശികവാദം ഉൾപ്പെടെ നിലവിലുണ്ട്. ആ വാദങ്ങളൊക്കെ തന്നെ ഇനി അതൊക്കെ നടപ്പിലാക്കാൻ സർക്കാർ വഴിയാകുമോ എന്നുള്ള ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ലീഗിൻ്റെ നേതാക്കളൊക്കെയും. അതിനുവേണ്ടി അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യമായും സർക്കാരിൽ അതായത് മന്ത്രിസഭയിൽ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുള്ളതാണ്. 5 മന്ത്രിമാരെ ലീഗിന് വേണം. അതോടൊപ്പം തന്നെ 2.5 വർഷം കഴിഞ്ഞാൽ ഒരു ടേം വ്യവസ്ഥയിൽ മറ്റൊരു മന്ത്രി കൂടെ ലീഗിന്, അതായത് കോഴിക്കോടിനൊരു മന്ത്രി വേണമെന്നുള്ള ആവശ്യവുമായി അത്തരത്തിലൊരു മന്ത്രി കൂടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മന്ത്രിസഭയിൽ വലിയൊരു വിഭാഗം അത് ലീഗിനൊപ്പം തന്നെ ഉണ്ടാകും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിൻ്റെ ഒരു സാഹചര്യം ഒരുക്കിയതും സമ്മർദ്ദം ചെലുത്തിയതും മുസ്ലിം ലീഗാണ് എന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു അവകാശവാദം VD സതീശന് മുന്നിൽ ലീഗ് എപ്പോഴും ഉന്നയിക്കും. അതുകൊണ്ട് തന്നെ ലീഗിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം VDക്കുണ്ടാകും. അതുകൊണ്ട് തീരുമാനങ്ങളിൽ പോലും മറ്റൊരു മറുത്തൊരുത്തരം പറയാൻ VD സതീശനാവും എന്ന് സ്വാഭാവികമായും നമുക്ക് ആവില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. PK കുഞ്ഞാലിക്കുട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ VD സതീശൻ അതിനോടൊപ്പം നിൽക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ എത്തിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ അവർ ചെലുത്തുന്ന സമ്മർദ്ദത്തിനനുസരിച്ച് മുഖ്യമന്ത്രിക്ക് നീങ്ങേണ്ടി വരും. തീർച്ചയായും മനോജ്, അത് തന്നെയാണ് നമുക്കത് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു